ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ അടുത്ത കാലത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. നിങ്ങളെ ഉപദേശിക്കാത്ത സുഹൃത്തുക്കളുടെ സൗഹൃദം തേടുന്നു, അപ്പോൾ ആവശ്യക്കാർ ബന്ധപ്പെടാൻ എന്നും പറഞ്ഞ് ആ പോസ്റ്റ് കണ്ടിട്ട് ഞാൻ അതിശയിച്ചു പോയി. എന്നാണെന്നറിയോ, നിങ്ങളെ ഉപദേശിക്കാത്ത സുഹൃത്ത്. അപ്പോൾ സുഹൃത്താണെങ്കിൽ ഒന്നും ഉണ്ടായിരിക്കണം, ഉപദേശിക്കാന്നുണ്ടെങ്കിൽ അവർ തിരുത്തലിൽ വരുത്തേണ്ട പോയിന്റുകളൊന്നും തിരുത്തൽ വരുത്തണം, അതേക്കുറിച്ചൊന്നും പറയും. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ആളുകൾ പൊതുവെ മറ്റൊരാളെ തിരുത്തുന്നവർക്ക് ഇഷ്ടമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. അത് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, ആർക്കും ആരെയും തിരുത്തുന്ന ഇഷ്ടമല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ നമുക്കറിയാവുന്നൊരു നിയമത്തിൻ്റെ ലംഘനം നടക്കാമെന്ന് വിചാരിക്കുമോ? അപ്പോൾ അത് അങ്ങനെയല്ല, ഇങ്ങനെയാണെന്നൊരു നിയമം അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാരൻ ചോദിക്കുന്നത് ഞങ്ങളെ നിയമം പഠിപ്പിക്കുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ പക്ഷത്തുള്ള ആ ഒരു തെറ്റ് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറല്ല. വില്ലേജ് ഓഫീസിലാണെങ്കിലും ശരിയാണ്. അപ്പോൾ അങ്ങനെ അധികാരികളെല്ലാം ആ ഒരു രീതിയിലേക്ക് മാറി. ഇപ്പം ഈ സംഗതി തന്നെ ആളുകളിലും കൂടി ഉള്ളുന്നുണ്ട്, സാധാരണക്കാരിലും. അപ്പോൾ അവരിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉപദേശിക്കാത്ത സൗഹൃദം നിങ്ങളെ ഉപദേശിക്കാത്ത സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക. അപ്പോൾ ഈ സുഹൃത്തും കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആ സൗഹൃദം എന്ത് സൗഹൃദം? അത് ഒരു യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നറിയോ, നമ്മളെ നേർവഴിക്ക് നയിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. യാതൊരു നിയന്ത്രണമില്ലാതെ എന്ത് ചെയ്താലും അതിനെക്കുറിച്ച് രക്ഷണമിണ്ടാത്ത ആ സൗഹൃദം കൊണ്ട് എന്താ പറയാനുള്ളത്? അല്ലേ? പക്വരമായിട്ട് ചിന്തിക്കുകയും തൻ്റെ സുഹൃത്ത് ഒരു കെണിയിലേക്കാണ് പോകുന്നതെങ്കിൽ സ്നേഹപൂർവ്വം തിരുത്തിലെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ലേ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. അല്ല, അങ്ങനെ അല്ലേ വേണ്ടത്? ഇനി പല സുഹൃത്തുക്കളും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സൗഹൃദം നഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ള കണക്കൂട്ടലിലൊക്കെ ഇരിക്കുന്നവരുണ്ട്. പക്ഷെ അതല്ല, ഒരു യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ തിരുത്തുന്ന വ്യക്തി ആയിരിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ട സംഗതി ആദ്യം നമ്മൾ തന്നെ നല്ലൊരു സുഹൃത്ത് ആകുക എന്നുള്ളതാണ്. അവർ നമ്മൾ തിരുത്തൽ വരുത്തേണ്ട ഒരു പോയിന്റ് പറയുമ്പോൾ അസ്വസ്ഥപ്പെടേണ്ട കാര്യം തന്നെ. നമ്മൾ മെച്ചപ്പെടാൻ വേണ്ടി പറയുന്നതല്ലേ. പക്ഷെ പലപ്പോഴും അതിനെ ഇഷ്ടപ്പെടുന്നില്ല ആളുകൾ പൊതുവെ. അതുകൊണ്ടാണ് ഇന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ വരാൻ കാരണം. നിങ്ങളെ തിരുത്താത്ത, നിങ്ങളെ ഉപദേശിക്കാത്ത സൗഹൃദം എന്ന് പറയുന്നത്. പക്ഷെ അതല്ല യഥാർത്ഥ സൗഹൃദം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടപ്പുറപ്പുകളുടെ സ്നേഹവും ഒക്കെ ഉണ്ട്, അല്ലേ? അപ്പോൾ അവരിലൊരു പ്രവണത അല്ലെങ്കിൽ തെറ്റോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചൂണ്ടിക്കാണിക്കല്ലേ, അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണം എന്ന് സംബന്ധിച്ച്. മാതാപിതാക്കൾ മക്കളോട് പറയാറില്ലേ, അങ്ങനെയല്ല മോനെ അല്ലെങ്കിൽ മോളെ ഇങ്ങനെയാണ് എന്ന് പറയാറില്ലേ? അത് തിരുത്തലല്ലേ? അതെന്തിനു വേണ്ടി? അവരുടെ സ്നേഹമുള്ളതുകൊണ്ടല്ലേ. അപ്പോൾ യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ തിരുത്തുന്ന വ്യക്തി തന്നെ ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ തന്നെ നല്ലൊരു സുഹൃത്തായിരിക്കാം. അവർ തിരുത്തുമ്പോൾ അതിൻ്റെ കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡ്മിറ്റ് ചെയ്യാൻ തന്നെ തയ്യാറാകുക. അതല്ല ചെയ്യേണ്ട സംഗതി. അല്ലാതെ പിടിവാശി പിടിച്ച് നീ ആരാ എന്നെ ഉപദേശിക്കുക എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയി അവസാനിക്കും. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളതായിരിക്കണം, തിരുത്തുന്ന ആളായിരിക്കണം. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ കൂടി ഒരു പദ്ധതി പ്ലാൻ ചെയ്യാമെന്ന്. ആ പദ്ധതിയിൽ നമുക്കൊരു പന്തികേട് തോന്നുന്നുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു നിയമലംഘനമോ അതല്ലെങ്കിൽ ഒരു കുഴപ്പമോ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ നമുക്ക് പറഞ്ഞു തിരുത്താൻ കഴിയും. അത് ശരിയല്ല, അതിലേക്ക് പോകുന്നത് തെറ്റിലേക്കാണ് പോകുന്നത്, പാടില്ല എന്ന് പറയുന്ന ഒരു സുഹൃത്തായിരിക്കണം. അല്ലാതെ അവർ പറയുന്ന സംഗതിയിൽ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് അതിനെ പിന്തുണയ്ക്കുന്ന അല്ല ചെയ്യുന്നത്. അങ്ങനെയാണ് പലപ്പോഴും ഈ കൂട്ടുകാർ കൂടി കുട്ടികൾ പല വിധത്തിലുള്ള തെറ്റിലേക്ക് പോകുന്നതിൻ്റെ കാരണം അതാണ്, അല്ലേ? ഇപ്പം ഞാൻ ഒരു സങ്കടത്തോടെ കാര്യം ഓർക്കുന്നു. നീന്തൽ അറിയാൻ മേലാത്ത ഒരു 4 സുഹൃത്തുക്കൾ, കുട്ടികൾ കൗമാര പ്രായത്തിലൊക്കെ ഉള്ളൂ. അപ്പോൾ അവർ കൂട്ടം കൂടി പ്ലാൻ ചെയ്തു കുളിക്കാൻ പോകാൻ. അപ്പോൾ കുളിക്കാൻ പോയപ്പോൾ ഇവർക്ക് ആർക്കും നീന്തൽ അറിയത്തില്ല. അപ്പോൾ 3 പേര് കൂടി പോയി. നീന്തൽ അറിയാൻ മാറ്റിയ കുട്ടികളെല്ലാം കൂടെ പോയി ചാടി. അതിൽ 2 പേര് മരിച്ചുപോയി. അപ്പം ഞാൻ ചോദിക്കുന്ന സംഗതി, ഇതിലേതെങ്കിലും വിദ്യാർത്ഥിക്ക് അപ്പം നീന്തൽ അറിയാൻ മേലാത്ത ഒരാളാണ്. അപ്പം നമ്മളങ്ങനെ പോയി നിലയില്ലാത്ത കാര്യത്തിലേക്ക് ഡാമിൽ പോയി ചാടാൻ കൊള്ളില്ല, അല്ലെങ്കിൽ കുളത്തിൽ പോയി ചാടാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് തിരുത്തുവാണെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ പാടില്ലായിരുന്നു. അതെന്താ ചെയ്യാത്തെ? മറിച്ച് നീന്തറിയാമെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പോലും തയ്യാറാകാതെ അവർ പറഞ്ഞതിനെ പിന്തുണച്ച് പോയതുകൊണ്ടല്ലേ ഈ കുഴപ്പം വരുന്നത്. ചിന്തിച്ചു നോക്കി. അപ്പം ഇങ്ങനെ കൂട്ടുകാർ കൂടി പല വിധത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാറുണ്ട് ഇന്ന്, അല്ലേ? കുട്ടികളേക്ക് അവരുടെ ശേഷിച്ച കാലം എത്ര ദുരിതപൂർണ്ണമായി തീരാറുണ്ട്. പലപ്പോഴും ജുവനിയൽ ഹോമിൽ പോകുന്ന സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം മുടങ്ങി അവരുടെ ജീവിതം തന്നെ മൊത്തം കുഴപ്പത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമല്ലേ പലപ്പോഴും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളവരായിരിക്കരുത്. മറിച്ച് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ തിരുത്തുകയും
ആ തിരുത്തൽ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറുള്ളവരും ആയിരിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഇല്ലാത്തവരെ നമ്മൾ ഒഴിവാക്കുക. അത് യഥാർത്ഥ സുഹൃത്തല്ല, അതുകൊണ്ട് നമുക്ക് ദോഷം വരുത്തുള്ളൂ. അതുകൊണ്ട് തെറ്റ് ചൂക്കി കാണിക്കുമ്പോൾ അതിനെ അഡ്മിറ്റ് ചെയ്യുന്ന, നമ്മളെയും തിരുത്താൻ കഴിയുന്ന ഒരു സുഹൃത്തുക്കളെ വേണം തിരഞ്ഞെടുക്കുക. അതാണ് യഥാർത്ഥ സൗഹൃദം എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ പ്രദാനം ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ വലിയൊരു കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതോടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.